പ്രേമയെക്കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ അച്ഛാ. ഞാനിപ്പോഴും വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. അങ്ങനെ പതിവുള്ളതല്ലല്ലോ അമൃത. എവിടെ പോയാലും വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചു വരുന്നതാണല്ലോ. പോകുന്നതിലല്ല, അതെന്നോട് വിളിച്ചു പറയണ്ടേ അച്ഛാ. എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത് തന്നെയാണ് ഞാൻ അവളോടൊപ്പം ജീവിക്കുന്നത്. ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെയാ? മനഃപൂർവ്വമായിരിക്കില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഇനി അവൾ ഒന്ന് പറഞ്ഞേ പറ്റൂ. ഇന്നിങ്ങോട്ട് വരട്ടെ, എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയുന്നുണ്ട്. വഴക്കുണ്ടായാലും വേണ്ടില്ല, പറയാനുള്ളത് ഞാൻ പറയും. സിദ്ധുവിനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് വിവരം പറ. ഹലോ, എന്താ അളിയ? അളിയ, പ്രേമ അളിയനെങ്ങാനും വിളിച്ചായിരുന്നോ? ചേച്ചിയോ? ഇല്ലല്ലോ. എന്തു പറ്റി? അല്ല, ഞങ്ങൾ വന്നപ്പോ പ്രേമ ഇവിടെ ഇല്ലളിയ. വിളിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. നേരെ ഇത്രയായി, ഒരു വിവരവും ഇല്ല. എന്ത് പണിയാ നിങ്ങൾ ഈ കാണിച്ചത്? എന്നിട്ട് ഇപ്പോഴാണോ വിളിച്ചു പറയുന്നത്? ഇത്രയും നേരം വരും വരും എന്ന് കരുതി. ഇനിയിപ്പോ ചേച്ചി എവിടെ പോയി അന്വേഷിക്കും അളിയ? എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ അളിയ? അല്ല, ചന്ദ്രയില്ല അവിടെ? ഇല്ല, അവളെയും കാണാനില്ല. ആ, എന്നാ അവളുമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. എന്നാ പിന്നെ ആ വിവരം ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? അളിയ അത് വിട്ടുപോയി കാണും. പേടിക്കണ്ട, രണ്ടുപേരും കൂടെ വന്നോളൂ. ശരി. ശരി അളിയ. ചന്ദ്രയോടൊപ്പം പോയി കാണുമെന്നാ കുഞ്ഞളിയൻ പറയുന്നത്. അതിന് സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യ്, ചന്ദ്രയൊന്ന് വിളിക്ക്. എവിടെയുണ്ടെന്ന് അറിയാലോ. എടുക്കുന്നില്ല അച്ഛാ. ഫോൺ ബാഗിലായിരിക്കും. എന്തായാലും കുറച്ചു നേരം കൂടി കാക്കാം നമുക്ക്. അവള് വരും. മുത്തശ്ശി എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ശരത്ത് മോൻ എത്തിയില്ലല്ലോ മോളെ. ശരത്ത് വന്നോളും. മുത്തശ്ശി എന്തിനാ വെറുതെ അവന് വേണ്ടി കാത്തിരിക്കുന്ന? കാത്തിരിക്കാൻ എനിക്കിനി അവനല്ലേ ഉള്ളൂ. മുത്തശ്ശിക്ക് നല്ല ഇഷ്ടമാണല്ലോ ശരത്തിന്. അതെ, എനിക്ക് അവൻ എന്റെ സ്വന്തം മോനെ പോലെയാ. എന്ത് സ്നേഹമാണെന്നറിയോ ഞങ്ങളെ. സുധി ഉണ്ടായിരുന്നപ്പോ എങ്ങനെയായിരുന്നോ അതുപോലെയാ ശരത്ത് മോന് ഞങ്ങളോട് പെരുമാറിയിരുന്നത്. ഈ വീടെന്ന് വെച്ചാൽ അവന് ജീവനാ. എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരുപാട് കള്ളത്തരങ്ങളുള്ള ഒരാള്, അങ്ങനെയാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരത്ത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് ഇന്നുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മുത്തശ്ശി. അത് മോക്ക് അവനെ ശരിക്കും അറിയാത്തത് കൊണ്ടാ. അടുത്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും ഞാൻ പറയുന്നത് ശരിയെന്ന്. ഞാൻ അടുക്കാനില്ലേ, അടുത്തടത്തോളം മതി. അയ്യോ എന്റെ കൊച്ചെ, അവൻ നല്ലവനാ. ആയിക്കോട്ടെ, എനിക്ക് ആ അടുപ്പം വേണ്ട. മുത്തശ്ശിയും പതുക്കെ പതുക്കെ അകലുന്നതാ നല്ലത്. അകലാനോ? ശരത്ത് മോനിൽ നിന്നോ? അതിന് ഞാൻ മരിക്കണം. നീ എന്തുകൊണ്ടാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ദേവിക നിന്നോട് അവനെ കുറിച്ച് പലതും പറഞ്ഞു തന്നു കാണും. എന്റെ കൊച്ചെ, അതൊന്നും വിശ്വസിക്കല്ലേ. ശരത്തല്ല, ദേവികയാ ശരിയല്ലാത്തത്. അവൾക്ക് ഉള്ളിൽ ദുഷ്ടത്തരമുള്ളത്. എന്റെ പൊന്നു മുത്തശ്ശി, ചേച്ചി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ എന്തിനാ ആ പാവത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കുറെ കാലം എടുക്കും. അപ്പൊ മുത്തശ്ശിക്ക് ബോധ്യപ്പെടും മുത്തശ്ശിക്ക് പറ്റിയ അബദ്ധമാണെന്ന്. ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ശരത്തിനോടുള്ള സ്നേഹമൊന്നും കുറയ്ക്കണ്ട കേട്ടോ. സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിക്കാനാണല്ലോ എപ്പോഴും മനുഷ്യർക്ക് ഇഷ്ടം. മുത്തശ്ശിയും പഠിച്ചോളും. അതിനി അധികം വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.